ജീവന് ഭീഷണിയാവുന്ന തെരുവു പട്ടികളെ കൊല്ലാനുള്ള അനുമതി തേടി ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിലെ 2 തദ്ദേശ സ്ഥാപനങ്ങളാണ്. 2 വർഷം മുൻപ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കോഴിക്കോട് കോർപ്പറേഷനും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ കോടതി കേസ് പരിഗണനയ്ക്ക് എടുത്തിരുന്നില്ല. പിന്നീട് കണ്ണൂർ മുഴപ്പിലങ്ങാട് നിഹാൽ എന്ന 11-കാരൻ തെരുവു നായയുടെ കടിയേറ്റു മരിച്ചതോടെ ഹർജിയിലെ വാദം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. പന്നികളെ വെടിവെച്ചു കൊല്ലാൻ കോടതി അനുമതി ലഭിച്ച സാഹചര്യവും ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാടിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല. 1994 പഞ്ചായത്തി രാജ് നിയമത്തിലും നഗരസഭാ നിയമത്തിലും മനുഷ്യന് ഭീഷണി സൃഷ്ടിക്കുന്ന അപകടകാരികളായ തെരുവു നായകൾ, പന്നികൾ എന്നിവയെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിരുന്നു. എന്നാൽ 2001 ABC ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം തെരുവു നായകളെ കൊല്ലുന്നതിനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ലെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അക്രമകാരികളായ തെരുവു നായകളെ ദയാവധം ചെയ്യാം. തെരുവു നായകൾക്കെതിരെ നടപടിയെടുക്കുന്ന മുനിസിപ്പൽ ജീവനക്കാർക്ക് നിയമപരമായ സംരക്ഷണം നൽകണം. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവു നായകളെ നീക്കാനും സുപ്രീം കോടതി നിർദ്ദേശത്തിലുണ്ട്. പ്രകടമായും അപകടകാരികളും ആക്രമണാത്മക സ്വഭാവവുമുള്ള തെരുവു നായകളെ ദയാവധം ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവു നായകളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവു നായകളെ പിടികൂടുന്നത് അവിടെ തുറന്നുവിടരുത് എന്ന മുൻ ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.